ഹായ് ഗായ്സ്, ഇന്ന് നമുക്കില്ലേ ഇന്ന് 10 മണി തൊട്ട് 4 മണി വരെ ഔട്ടിംഗ് ഉണ്ട്. ആ ഔട്ടിങ്ങുള്ള ദിവസമാണെങ്കിൽ ഇവിടെ ഭയങ്കര മഴയാണ്. മഴ പറയണ്ട. പക്ഷെ നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോകാൻ ചോദിച്ചതാണ്. പക്ഷെ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്, കുറേ സംഭവം തയ്ക്കാനൊക്കെ ഉണ്ട്. അത് കാരണം നമ്മൾ നിലമങ്കയിൽ മാത്രമാണ് ചുറ്റിക്കറങ്ങണുള്ളൂ. പറഞ്ഞ പോലെ നമ്മുടെ കോളേജിൽ നിന്നല്ലേ ഔട്ടിങ് കുറേ നേരം ഉണ്ട് കേട്ടോ. 6 മണിക്കൂറുണ്ട് നമുക്ക് ഔട്ടിങ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇവൾക്കാണെങ്കിൽ ത്രെഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ചെരുപ്പ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇവർക്ക് ചെരുപ്പൊക്കെ നോക്കാനായിട്ട്. പക്ഷേ ചെരുപ്പ് കടയിൽ നിന്ന് നല്ല ചെരുപ്പ് കിട്ടിയില്ലെങ്കിലും നല്ല അടിപൊളി ചായ ആൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ചായ. അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. പിന്നെ കുറച്ച് ബ്ലൗസൊക്കെ നമുക്ക് ഷേപ്പ് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷേപ്പ് അടിക്കുന്ന കടയിൽ നമ്മൾ സാധനം കൊടുത്തിട്ട് വേറെ കടകളിലേക്കൊക്കെ വേറൊരു കൊച്ചിനാണെങ്കിൽ ബ്ലൗസ് വേറെ എടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അവൾക്ക് ബ്ലൗസൊക്കെ എടുക്കാൻ വേണ്ടി കുറേ കടകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കടയിൽ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ പോരുന്ന വഴിയിൽ കണ്ടതാട്ടെ ഈ ലവ് ബേർഡ്സ്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ വഴികൾ കാണുമ്പോഴില്ലേ നമ്മുടെ അവിടുത്തെ നാട്ടിലത്തെ ഇങ്ങനെ മാർക്കറ്റുകൾ പോലെ തോന്നും കേട്ടോ. നിറച്ച് തുരുത്തരാന്ന് പറഞ്ഞിട്ടുള്ള അടുപ്പിച്ചടുപ്പിച്ച കടകൾ കാര്യങ്ങളൊക്കെ ആട്ടാ. ഇതൊരു ഇടവഴിയോടൊക്കെ പോയിട്ട് വേണം ഈ വഴിയുടെ ഉള്ളിലേക്ക് കിടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആ കടയിലേക്കൊക്കെ വന്ന് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു. വള മാല കമ്മൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. കുറേ കടകൾ തപ്പി, കുറേ കടകളിൽ തീ പോലത്തെ വിലയാണ് പറയണേ. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും വാങ്ങാണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് വെറുതെ ഷോ കാണിക്കായിരുന്നു. കാരണം അകത്തേക്ക് കയറാണെങ്കിൽ ഞാൻ ഷൂ സോക്സൊക്കെ ഊരിയിടണം. അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് നിൽക്കണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് തയ്ക്കണ കടയിലേക്ക് തന്നെ വീണ്ടും ചെല്ലാറുണ്ട്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെല്ലാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജാക്കറ്റൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പോയി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പപ്സ് കഴിക്കാനായിട്ടാണ് പോയത്. നല്ല ചൂട മുട്ട പപ്സ്. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ. അത് സമയത്താണ് അപ്പുറത്ത് കുറേ ആൾക്കാർ ഇതുപോലത്തെ സാധനങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഇതെന്തെന്നറിയോ, ഗോബി മഞ്ചൂരി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കോളിഫ്ലവർ ഇങ്ങോട്ട് കഴിക്കാറുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു. അതുപോലെ അത് അടിപൊളി ടേസ്റ്റ്. 50 രൂപ ഉള്ളൂട്ടാ. ഒരു പ്ലേറ്റ് നിറച്ചുണ്ടായിരുന്നു. കുറേ പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രഷറിനൊക്കെ കണ്ടു. ഫ്രഷറല്ല, ജൂനിയർ ആട്ടാം. അവളെയൊക്കെ കണ്ടു. പിന്നെ വീണ്ടും കുറച്ച് കമ്മലൊക്കെ മേടിക്കാണ്ടായിരുന്നു. കമ്മലും പിന്നെ ഈ ക്രീമൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ മുല്ലപ്പൂ എത്ര വില എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. 150 ഗ്രാമിന് 100 രൂപ എന്തോ പറയുന്നുണ്ടായിരുന്നേ. അല്ല, 100 ഗ്രാമിന് 150 രൂപ അങ്ങനെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അടുത്തത് വിശക്കുണ്ടായിരുന്നു. ജോസ് കഫേക്കായിട്ടാണ് പോകണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് പിള്ളേർ പോയിട്ട് പറഞ്ഞു അവിടെ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെയാണ്, നിങ്ങളൊന്ന് പോയി നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ ചെന്ന് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. എല്ലാതും വന്നിട്ട് ഒരുമിച്ച് വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണ്ടേ, സ്നാപ്പൊക്കെ ഇടണം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബർഗറും മൊജീറ്റോ, പിന്നെ ലോഡഡ് ഫ്രൈസ് നോർമലും ചീസും, അങ്ങനെ 2 ടൈപ്പ് ലോഡഡ് ഫ്രൈസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോഡഡ് ഫ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർമലും അതെ, ചീസും അതെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലോഡഡ് ഫ്രൈസ്. പക്ഷെ എനിക്ക് ബർഗർ അങ്ങോട്ട് അത്ര പിടിച്ചില്ല. ബർഗർ ഭയങ്കര ഹാർഡുള്ള പോലെ എനിക്ക് തോന്നിയിട്ടാണ്. അത്ര ജ്യൂസി ഒന്നും അറിഞ്ഞില്ലേ ബർഗർ. അപ്പം അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മൊജീറ്റോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മൊജീറ്റോ കഴിക്കാനായിട്ട് മൊജീറ്റോ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലോഡഡ് ഫ്രൈസ് ഫസ്റ്റ് തന്നെ അകത്താക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലേ എൻ്റെ വയറൊക്കെ ഫുൾ ഡിമ്മായി. വയറ് നിറഞ്ഞു. ഞാൻ അവിടെ ഉറങ്ങി കിടക്കണ രീതിക്കായി. എനിക്ക് പിന്നെ അവിടെ നിന്ന് എണീക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയധികം വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശ് കൊടുക്കാൻ നിൽക്കാറുണ്ട്. കാശ് കൊടുക്കുന്ന സമയത്ത് പോണ സമയത്തായപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ടീമായിട്ടാണ് പോകണ്ടായിരുന്നത്. എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം മേടിച്ച് കഴിയില്ലല്ലോ. അപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവർ നമ്മളോട് ചോദിക്കാതെ എന്തൊക്കെയാണ് നിങ്ങൾ കഴിച്ച ടേസ്റ്റ് ഉള്ളതുണ്ടാ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഐസ്ക്രീമും കൂടി മേടിക്കാമെന്ന്. അപ്പോൾ പറയേ എവിടേക്ക് ഇനി അടുത്ത വയറ്. പിന്നെ നമ്മളത് മേടിച്ചില്ല കേട്ടോ. പിന്നെ അവർ വന്നിട്ട് ബില്ലൊക്കെ പറഞ്ഞ് നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് സെറ്റാക്കി പിന്നെ നേരെ ഹോസ്റ്റലിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് 4 മണി വരെ ഔട്ടിങ് ഉണ്ടായിരുന്നേ. പിന്നെ വേഗം കയറി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.